ഹേയ്, സപ്പോസ് നിങ്ങൾ പുതിയൊരു ലാപ്ടോപ്പോ അതൊരു പി സി നിങ്ങൾ വാങ്ങിക്കാൻ പോവാണെന്ന് വെച്ചോ. അപ്പോൾ പുതിയൊരു ലാപ്ടോപ്പോ അതൊരു പി സിയോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഓബ്വിയസ്ലി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ഫാക്ടർ എന്താണ് നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന നമുക്ക് പറ്റിയൊരു പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സറിന് ഞാൻ പറഞ്ഞ് ഉദ്ദേശിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇന്റലിൻ്റെ i3യുടെ പ്രൊസസ്സറാണോ അതോ i5 ആണോ അതോ ഞാൻ i7 പോകണോ. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ i3 ആണെങ്കിലും i5 ആണെങ്കിലും i7 ആണെങ്കിലും ഈ ഓരോരോ വേരിയന്റിന് പ്രത്യേകതരം ഒരു യൂസർ ബേസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ i3ക്ക് ഒരു പ്രത്യേകതരം യൂസർ ബേസ് ഉണ്ട്, i5ന് ഒരു പ്രത്യേകതരം യൂസർ ബേസ് ഉണ്ട്, i7ന് ഒരു പ്രത്യേകതരം യൂസർ ബേസ് ഉണ്ട്. പക്ഷെ എല്ലാവരും വെക്കെന്താന്ന് പറഞ്ഞാൽ i3 പോവുകയാണെങ്കിൽ ഓക്കെ ഒരു സ്റ്റാർട്ടിങ് ലെവലായിരിക്കും, i5 എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, i7 ആയിരിക്കും ടോപ്പ് നോച്ച് അതോ ബെസ്റ്റ്. വെൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി കറക്റ്റ് ആണെന്ന് പറയാം. പക്ഷേ ഈ പറയുന്ന ഒരു i5 i7ലേക്ക് പ്രൈസ് ഡീപ്ലി വേരി ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊസസ്സർ എടുക്കണം, അത് നിങ്ങൾക്ക് പറ്റിയത് അതോ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരണത് ആ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പുതിയൊരു ലാപ്ടോപ്പ് എടുക്കാൻ പോവുകയാണ് ഏത് പ്രൊസസ്സർ ഞാൻ എടുക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണാം. ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ തുടക്കത്തിൽ ഇന്റൽ i3 i5 i7 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇന്റൽ മാത്രമല്ല വേറൊരു കമ്പനിയും കൂടി ഉണ്ട്, AMD എന്ന് പറഞ്ഞു. ഈ ഇന്റലിനെ പോലെ ഇപ്പോൾ ഈക്വാലൻ്റ് ആയിട്ട് ചില കേസസിൽ ഈവൻ ബെറ്റർ പ്രോസസ്സേഴ്സ് ഇറക്കണം. അപ്പം AMDയുടെ സ്വന്തം സീരീസ് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ AMDയുടെ Ryzen 3 Ryzen 5 Ryzen 7 എന്നാണ് പറയാറ്. അപ്പോൾ ഈ Ryzen 3 Ryzen 5 Ryzen 7ൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇന്റൽ i3ന് ഈക്വാലൻ്റ് ആയിട്ടാണ് Ryzen 3, ഇന്റൽ i5ന് ഈക്വാലൻ്റ് ആയിട്ടാണ് Ryzen 5, അതേപോലെ ഇന്റൽ i7ന് ഈക്വാലൻ്റ് ആയിട്ടാണ് Ryzen 7. അപ്പോൾ AMDയുടെ സ്വന്തമായ ഒരു സീരീസാണ് Ryzen, ഇന്റലിൻ്റെ സ്വന്തമായ സീരീസാണ് ഇന്റൽ i സീരീസ്, അത് ഇന്റൽ i3 i5 i7 എന്ന് പറയുന്നത്. ഇപ്പം ഇന്റൽ i3യോ അതോ Ryzen 3യോ ഇത് ഏത് കാറ്റഗറീൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ ഇന്റൽ i3 അതോ Ryzen 3നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി പലവരും ഇപ്പം ഒരു എൻട്രി ലെവൽ പ്രൊസസ്സർ നമുക്ക് വേണമെങ്കിൽ പറയാം. എൻട്രി ലെവൽ പ്രൊസസ്സർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ബഡ്ജറ്റ് കുറഞ്ഞവരും അതേപോലെ ഇപ്പോൾ ഒരു ഫിക്സഡ് ബഡ്ജറ്റ് അത് ബഡ്ജറ്റ് കുറച്ച് കുറവായ ആൾക്കാർക്കായിരിക്കും മിക്കവാറും ഇന്റൽ i3 എന്നത് Ryzen 3യിലേക്കാണ് പോവാം. അപ്പോൾ ഇന്റൽ i3 Ryzen 3യുടെ പലവരും വെക്കണം എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ഒന്നും അധികം പറ്റില്ല, എഡിറ്റിംഗ് ഒക്കെ ചിലപ്പം കുറച്ചായിരിക്കും പറ്റൂ. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റേ വല്ല ഈ സിനിമ കാണാനോ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വെക്കാനുള്ള ആക്ച്വലി അത് ശരിക്കും ശരിയല്ല. ഇപ്പം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഈ യൂസ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ശരിക്കും ഇന്റൽ i3യുടെ 7th Gen പ്രൊസസ്സറാണ്. അപ്പോൾ ഈ i3 7th Gen പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇതെനിക്ക് ഓൾമോസ്റ്റ് ഒരു 28K അത് 27K ഉള്ളിൽ കിട്ടിയ ഒരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൽ ഞാൻ ശരിക്കും ഈ പറഞ്ഞ വീഡിയോ ഫുള്ള് എഡിറ്റ് ചെയ്യാറുണ്ട് ഈ ലാപ്ടോപ്പിൽ. പിന്നെ കൂടുതലാണ്ട് എനിക്ക് വേണമെങ്കിൽ സാധാരണ കേസിൽ മൂവീസ് കാണാനും ഇതൊക്കെ പറ്റും. ഇൻ്റർനെറ്റിൽ ശരിക്കും ഞാൻ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ചില കേസിൽ ഒരു ചെറിയ ഹാങ് ഒക്കെ കാണും. അപ്പം നിങ്ങളൊരു i3യുടെ പ്രൊസസ്സർ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൽ ഹാങ് വരാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിൽ റാം വെറും 4 GB ഉള്ളൂ, കൂടുതലാണ്ട് ഇതൊരു ഹാർഡ് ഡ്രൈവ് വേരിയൻ്റ് ആണ്. അപ്പം അതിപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളൊരു i3യുടെ ഒരു പ്രൊസസ്സർ നോക്കുകയാണ് അതോ Ryzen 3 ഏതാണ് എടുക്കുകയാണെങ്കിലും ഇപ്പം ആദ്യം ഒരു പ്രൊസസ്സർ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് മിനിമം 8 GB റാം എടുക്കുക. ഇപ്പം ഞാൻ എടുത്തതിൻ്റെ ഡബിൾ 8 GB റാമിൻ്റെ ഒരു വേരിയൻ്റ് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളൊരു SSD ഇൻസ്റ്റെഡ് ഓഫ് എ ഹാർഡ് ഡ്രൈവ് ചിലപ്പോൾ 1 TB ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു 512 GB ഒരു SSD വേരിയൻ്റ് കിട്ടുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് തോന്നില്ല വലിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ SSDയുടെ സ്പീഡ്സ് എന്നൊക്കെ പറയാനുള്ളത് ഇപ്പം അത്യാവശ്യം നമ്മുടെ ഈ 1 TB ഹാർഡ് ഡ്രൈവിനെക്കാട്ടും എത്രയോ നല്ല സ്പീഡ് SSD തരും. ആൾസോ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ഇതിൽ എഡിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിലും വീഡിയോ എഡിറ്റിംഗ് നല്ല ലാഗിലാണ്. ഇപ്പം നല്ല ലാഗ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. ഇമ്പോർട്ട് ചെയ്യാൻ ഡീസൻറ്റ് ടൈം എടുക്കുള്ളൂ, പ്രശ്നമില്ല. എക്സ്പോർട്ടിങ്ങിന് നല്ല ടൈം എടുക്കും. ഞാനിപ്പോൾ 1080p 60 FPS റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് നല്ല ലാഗ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ബാക്ക് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലാഗൊക്കെ തോന്നും. പിന്നെ എക്സ്പോർട്ട് ചെയ്യാനും കുറേ ടൈമൊക്കെ എടുക്കും. പക്ഷേ അവസാനം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വെൽ ഫോർ സ്റ്റാർട്ടേഴ്സിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്റൽ i3 നിങ്ങൾ വെക്കുണ്ടാവില്ല അത്ര അടിപൊളി ഇരിക്കുന്നത്, അതോ Ryzen 3 അത്ര അടിപൊളി ആയിരുന്നു വെക്കുണ്ടാവില്ല. പക്ഷെ ആക്ച്വലി ഒരു നല്ലൊരു പ്രൊസസ്സറാണ്. ഇപ്പം കുറേ ജനറേഷൻസ് മുമ്പോട്ട് കിടന്ന കാരണം ഈവൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ച് ഹെവി ലോഡ് ഈ i3ക്ക് താങ്ങാൻ പറ്റും. പക്ഷേ ഈ 1080p എഡിറ്റിംഗ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ എഡിറ്റിംഗ് പ്രൊജക്റ്റിൻ്റെ ലെങ്ത് കൂടി പോകുമ്പോൾ
ഇത് ശരിക്കും നിങ്ങൾ i3ക്ക് പോകുന്ന അത്ര അടിപൊളിയായിരിക്കില്ല. ഇപ്പോൾ ഒരു 1080p എഡിറ്റിംഗ് ഒരു വൃത്തിയായി ചെയ്യണമെങ്കിൽ 720 to 1080p എഡിറ്റിംഗ് വൃത്തിയായി ചെയ്യണമെങ്കിൽ നിങ്ങൾ മിക്കവാറും പോകേണ്ട ഒരു i5നോ അതോ Ryzen 5 വേരിയന്റ് തന്നെ ആയിരിക്കും. Ryzen 5 അത് ഇന്റൽ i5നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി അത് ശരിക്കും ഈ പറയുന്ന നല്ല പ്രോസസ്സേഴ്സ് ഒക്കെയാണ്. ഇപ്പം നല്ല പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മൾട്ടി ടാസ്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറേ ക്രോമിൽ കുറേ ടാബുകളൊക്കെ ഓപ്പൺ ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അത്യാവശ്യം അടിപൊളിയായിട്ട് ഇങ്ങനത്തെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇപ്പം അത് മാത്രമല്ല നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ 1080p ലോങ് എഡിറ്റ്സ് ഒക്കെ ചിലപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നൊക്കെ വരികയായിരിക്കും. ആൾസോ വീഡിയോ എഡിറ്റിങ്ങിൽ നിങ്ങളൊരു കുറച്ചും കൂടെ റാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം ഒരു i5യുടെ ഏതെങ്കിലും ഒരു പ്രൊസസ്സർ അതോ ഇപ്പോൾ Ryzen 5യുടെ ഏതെങ്കിലും ഒരു പ്രൊസസ്സർ എടുക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ കൂടുതൽ നിങ്ങളൊരു 8GB മുകളിൽ നോക്കുക. 8GB ഈസ് ഓക്കെ, ഇറ്റ് വിൽ റൺ ഫൈൻ. ബട്ട് നിങ്ങളൊരു 16GB വരെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് വളരെ മാസീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു 16GB റാമുള്ള ഒരു ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ പല കേസുകളിലും 16GB റാമുള്ള ലാപ്ടോപ്പ് ആക്ച്വലി ഒരു 80നൊക്കെ ആയിരിക്കും. മറിച്ച് 8GB റാമുള്ള ഓരോ ലാപ്ടോപ്പ് ശരിക്കും ഒരു 60നൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾ ശരിക്കും എന്താ പെട്ടുപോയ എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 16GBക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത്രയും വലിയൊരു ഡിഫറൻസ് വന്ന പ്രൈസിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇപ്പം 80 വരെ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരു 60,000 ലാപ്ടോപ്പ് വാങ്ങിക്കുക. പക്ഷെ അതിൽ നിങ്ങൾ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യണം. ലൈക്ക് ഈ പറയുന്ന ഇതിൽ നമുക്ക് ഫ്യൂച്ചറിൽ റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണോ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു 2 8GB റാം സ്റ്റിക്സ് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഇപ്പോഴത്തെ 8GB റാമുള്ള ഒരു ലാപ്ടോപ്പ് 16GBയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഇപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾ കുറച്ചുകൂടി പവർഫുള്ളായ പ്രോസസ്സർ കിട്ടിയാൽ നിങ്ങൾക്ക് 1080p സ്മൂത്ത് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. കൂടുതലല്ലാണ്ട് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു 2 റാം സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ഇതുമേ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായി പിന്നെയും കുറച്ചും കൂടി നല്ല സ്മൂത്തായി എഡിറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടുതലാണ്ട് Ryzen 5 ആണ് കുറച്ചും കൂടി ഈ ഗെയിമേഴ്സിന് കുറച്ചും കൂടി നല്ല പോയിന്റ്. ഇപ്പം നല്ല പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം പല ഗെയിമേഴ്സും യൂട്യൂബേഴ്സൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവർ മാക്സിമം സ്ട്രീമൊക്കെ ചെയ്യും, നമ്മുടെ യൂട്യൂബിലൂടെ സ്ട്രീമിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒരു അത്യാവശ്യം മീഡിയം ലെവൽ സ്ട്രീമിംഗ് ഒക്കെയാണ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഈ Ryzen 5 അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ PC-ൻ്റെ കേസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു PC വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ ഈ Ryzen 5യുടെ പ്രൊസസ്സർ കുറച്ച് ഓവർക്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങളൊരു 3-4 സ്ഥലത്ത് ഒരുമിച്ച് സ്ട്രീം ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചോ, ഇപ്പം ഈ യൂട്യൂബിലെ സ്ഥലത്ത് സ്ട്രീം ചെയ്യേണ്ട അതേപോലെ തന്നെ വേറെ പല സ്ഥലത്ത് സ്ട്രീം ചെയ്യേണ്ടതെന്ന് വെച്ചോ, അത് നിങ്ങളുടെ യൂസർ ബേസ് വളരെ പെട്ടെന്ന് നിങ്ങൾ സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ കുറേ യൂസേഴ്സ് ഒരുമിച്ച് കയറി കുറേ കമൻസ് ഒക്കെ ഇടുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ നെക്കിങ് വരും. അപ്പോൾ അവിടുത്തെ കേസിൽ Ryzen 7 ആയിരിക്കും കുറച്ചുകൂടി നല്ലൊരു ചോയ്സ്. പക്ഷേ ഈവൻ ദോ കുഴപ്പമില്ലാണ്ട് Ryzen 5ഉം അതേപോലെ i5ഉം സിമ്പിളായിട്ട് ഇന്നത്തെ പല കാര്യങ്ങളും താങ്ങാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ Ryzen 5 4500U താങ്ങാൻ പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് താങ്ങാൻ ചാൻസ് ഉണ്ട്. Ryzen 5 4500U എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ ചില കേസിൽ ഇന്റൽ i7ൻ്റെ പ്രോസസ്സേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഓബ്വിയസ്ലി Ryzen 5 കുറച്ചും കൂടി നല്ലൊരു ചോയ്സ് ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഈ Ryzen 7 അതേപോലെ ഇന്റൽ i7നെ കുറിച്ചാണ്. അപ്പോൾ ഇന്റൽ i7 Ryzen 7 പറഞ്ഞ കാറ്റഗറി ഏതാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ 3-4 പ്ലാറ്റ്ഫോംസൊക്കെ ഒരുമിച്ച് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് i7 കുറച്ചും കൂടി നന്നായിട്ട് താങ്ങാൻ പറ്റും. ഇനി അല്ല നിങ്ങൾ കൂടുതൽ എഡിറ്റിംഗ് അതേപോലെ ഹെവി എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം 1080 to even 4K എഡിറ്റിംഗ് വരെ നമുക്ക് ഈ പറഞ്ഞ ഈ i7 താങ്ങാൻ പറ്റിയെന്ന് വരും. അപ്പം ഇങ്ങനത്തെ കുറേ കേസുകളിലൊക്കെ ശരിക്കും ഈ i7 ആണ് നല്ലത്. ചിലപ്പോൾ 4K ലോങ് എഡിറ്റ്സ് ചെയ്യാൻ പറ്റില്ല. 4K ലോങ് എഡിറ്റ്സ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു വർക്ക് സ്റ്റേഷൻ ബിൽഡറിനെ പോകേണ്ടി വരും. ഈ അത്യാവശ്യം നല്ല അടിപൊളി എഡിറ്റിംഗ് നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ കൂടുതലാണ്ട് വേറെ പല ബെനിഫിറ്റ്സും ഉണ്ട്. ചില കേസുകളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഗെയിമിംഗ് പെർഫോമൻസ് കുഴപ്പമില്ലാത്തതെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഗെയിമിങ് നോക്കാനുള്ളത് നിങ്ങൾ ഈ Ryzen 5 പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. മറിച്ച് നിങ്ങൾ ഈ സേവ് ചെയ്യുന്ന എക്സ്ട്രാ മണി ഇല്ല, ഈ Ryzen 7 അതോ i7 സേവ് ചെയ്യുന്ന എക്സ്ട്രാ മണി നിങ്ങൾ സേവ് ചെയ്ത് അതിന് പകരം ഒരു GPU ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. ഇപ്പം ഒരു Ryzen 5 വിത്ത് GPU കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ജസ്റ്റ് കമ്പയറിങ് വിത്ത് ഒരു i7 അലോൺ, അതൊരു Ryzen 7 അലോൺ. സോ ഞാൻ പറയാം Ryzen 5 പോയിട്ട് കൂടുതൽ നല്ലൊരു GPU പെയർ കിട്ടുകയാണെങ്കിൽ
വെൽ അത് ശരിക്കും ഇപ്പോഴത്തേക്കാട്ടും നല്ലൊരു ഡീലായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ഗെയിമിംഗ് പെർഫോമൻസും കിട്ടും. സോ പിന്നെ നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ യൂട്യൂബിൽ മാത്രമാണ് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ CPU ജസ്റ്റ് ഒരു ഇത്തിരി ഓവർക്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ PC-യിലൂടെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ Ryzen 7 അത് i7 കൂടുതൽ ഹെവി എഡിറ്റേഴ്സും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ കേസും ഉണ്ട്, ഈ 3D റെൻഡറിങ്ങോ അതോ ഇനി നമ്മുടെ മറ്റേ ആഫ്റ്റർ എഫക്ട്സ് എഡിറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഈ Ryzen 7 അതേപോലെ i7 താങ്ങും. ഇപ്പം Ryzen 5 നേരത്തെ കേസിൽ പറയുകയാണെങ്കിൽ 1080p സ്മൂത്ത് എഡിറ്റിംഗ് പറ്റിയായിരിക്കും. ഈ പറഞ്ഞ ഇത് 4K വരെ അത്യാവശ്യം സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇതാണ് ഓരോ കാറ്റഗറീസ്. ഇപ്പം ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഒരു കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വെക്കണു. പിന്നെ ഒരു ബോണസ് പോയിന്റും കൂടി തരാം. ബോണസ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ i3, i5, i7 എന്ന് പറഞ്ഞില്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്ന 3 ആണെങ്കിൽ കൂടി ഇനി 2 തരത്തിലുള്ള കാറ്റഗറീസും കൂടി ഉണ്ട്. ആ 2 തരത്തിലുള്ള കാറ്റഗറീസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ i9 അതേപോലെ തന്നെ സിയോണും. ഇപ്പം ഇന്റലിൻ്റെ കേസിൽ ഇനി അതേപോലെ തന്നെ റൈസിൻ്റെ കേസിൽ i9 പകരമായിട്ട് Ryzen 9 പിന്നെ ത്രെഡ്രിപ്പർ സീരീസ് എന്നും പറയും. ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. എക്സ്ട്രാ ഇൻഫർമേഷൻ എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഇന്റൽ i9 അതോ Ryzen 9 ശരിക്കും അത് ഹൈ ലെവൽ വർക്ക് സ്റ്റേഷൻ ബിൽഡ്സിനാണ് യൂസ് ചെയ്യുക. ഇപ്പം ഭയങ്കര വലിയ എഡിറ്റിംഗ് പ്രോജക്ട്സും ഭയങ്കര വലിയ സംഭവം, ഇപ്പോൾ സിനിമ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹൈ ലെവൽ പ്രൊഡക്ഷനൊക്കെ ആയിരിക്കും. ഇപ്പം വലിയ അടിപൊളി ക്യാമറാസിൽ റോ ഫോട്ടേജ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതൊക്കെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലൊരു ഹെവി കോർ ഒരു സിസ്റ്റം വേണ്ടി വരും. അപ്പം ഈ Ryzen 7 ആ ഒരു കേസിൽ ഈ Ryzen 7 അതോ നമ്മുടെ ഈ i7 ചിലപ്പം താങ്ങിയും തരില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഈ i9 Ryzen 9 പോവാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം ഇന്റലിൻ്റെ സിയോണും അതേപോലെ Ryzenൻ്റെ ത്രെഡ്രിപ്പറും. ഇന്റൽ സിയോണും Ryzen ത്രെഡ്രിപ്പർ ശരിക്കും യൂസ് ചെയ്യുന്നത് സെർവർ ഗ്രേഡ് CPUs ആണ്. ഇപ്പോൾ സെർവർ ഗ്രേഡ് CPUs എന്നൊക്കെ പറയുകയാണെങ്കിൽ പല കേസുകളിൽ ഇപ്പം ഒരു സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു സെർവർ, നിങ്ങളൊരു കമ്പ്യൂട്ടർ ആലോചിക്കുക, ആ ഒരു കമ്പ്യൂട്ടറിൽ ഒരു 1000 TB സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ 1000 TB സ്റ്റോറേജ് ഉള്ള ഒരു PC ആണെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പല കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലിറ്ററലി വലിയ ഫയൽസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ സെർവറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ സെർവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ഫോണിൽ നമുക്കിപ്പം ഈ സെർവറിന് ഏതെങ്കിലും ഒരു മീഡിയ പ്ലേ ചെയ്യണമെന്ന് വെച്ചോ, ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ യൂസ് ചെയ്യാണ്. ഇപ്പോൾ ഫോണിൽ എനിക്കിപ്പം തോന്നുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആനിമെ കാണണം. അപ്പോൾ ആനിമെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എടുത്തിട്ട് ഞാൻ അവിടെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിച്ചൊരു ആനിമയുടെ വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫോണ് ഈ സെർവറിലേക്ക് ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യും. ലൈക്ക് ലിറ്ററലി എനിക്ക് ഈ ഒരു വീഡിയോ കാണണം എന്ന് പറഞ്ഞു. ഈ സെർവർ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആ വീഡിയോ തപ്പി വീഡിയോ എടുത്തിട്ട് തിരിച്ച് ഈ പറഞ്ഞ വീഡിയോ ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. അങ്ങനെ ഈ സെർവർ വഴി നമുക്ക് ഈ പറഞ്ഞ സംഭവത്തിലൂടെ സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലാണ്ട് 24 മണിക്കൂറും ഈ പറഞ്ഞ പ്രോസസ്സർ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ ഇപ്പം രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഇപ്പോൾ ലോകത്തിലെ ഏതൊരാളാണെങ്കിലും ഡയറക്റ്റ്ലി ഇവർ ഈ സെർവറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്ത് വേണമെങ്കിലും സ്ട്രീം ചെയ്യാൻ പറ്റും. ഇപ്പം വീഡിയോ മാത്രമല്ല, സെർവേഴ്സ് വേറെ പല കാര്യങ്ങളും യൂസ് ചെയ്യാറുണ്ട്. ഗൂഗിളിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യാൻ ഇപ്പം ഈ പല കാര്യങ്ങൾ നമ്മുടെ ഈ AI കുറേ സംഭവങ്ങൾ പഠിക്കാനും AI പഠിക്കാനും കുറേ കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സെർവേഴ്സ് യൂസ് ചെയ്യും. ഈ സെർവേഴ്സിൽ കുറേ മാസീവായിട്ട് കുറേ ഡാറ്റ ഉണ്ടാവും. ഈ മാസീവായ ഡാറ്റ ഫുള്ള് ലേണിങ്ങിന് വേണ്ടിയിട്ട് AI ഉപയോഗിക്കും. അപ്പം ആ AI ഒക്കെ താങ്ങാൻ പറ്റുന്ന ഒരു പ്രൊസസ്സറൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സിയോണും അതേപോലെ ഈ ത്രെഡ്രിപ്പറും. ഇപ്പം ലാസ്റ്റ് പറഞ്ഞ i9 അതേപോലെ ഈ സിയോണും ത്രെഡ്രിപ്പറും Ryzen 9 മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ മാക്സിമം നോക്കുന്ന മിക്കവാറും Ryzen 3, Ryzen 5, Ryzen 7 ആയിരിക്കും. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വെക്കണു. സോ ഇന്നത്തെ വീഡിയോക്ക് അത്രയേ ഉള്ളൂ. ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഒരു ചെറിയൊരു സപ്പോർട്ട് കാണിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഇനിയും വീഡിയോ പുൾ ഓഫ് ചെയ്യാൻ എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക.